അമ്മ ഈ എന്താണ് കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അവന് 150 കോടി വേണം, ഒരു കാറ് വേണം, അല്ല 150 പവൻ വേണം, കാറ് വേണം, ആർത്തിക്കാരനാണ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സ്വത്തുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു നികൃഷ്ട ജന്മം ഒരു തർക്കമില്ല എന്ന് പറഞ്ഞാൽ പോലും കല്യാണത്തിൻ്റെ ഒരു മാസം എന്നൊക്കെ പറയുന്ന ഒരു മധുവിധു അല്ലെങ്കിൽ പുതുക്കം എന്നൊക്കെ പറയുന്ന ആ ഒരു കാലമില്ലേ, ഇത് 7-ാം നാൾ ഇങ്ങനെ ഇട്ട് ഉപദ്രവിക്കണമെങ്കിൽ ഇവനെപ്പറ്റി മര്യാദയ്ക്ക് നിങ്ങൾ അന്വേഷിച്ചില്ലായിരുന്നോ? പക്ഷെ ഞങ്ങൾ അന്വേഷിച്ചു, ഞങ്ങൾ നന്നായിട്ട് അന്വേഷിച്ചു. പക്ഷെ അന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഇവനെ പറ്റിയൊരു മോശമായ അഭിപ്രായം നമ്മൾക്ക് കിട്ടിയില്ല. പിന്നെയാണെങ്കിൽ ഇവൻ്റെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു പോകും. അതെന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങളുടെ കല്യാണത്തിന് വന്നു, ഞങ്ങളുടെ ഈ കുടുംബത്തിലുള്ളവർക്കും നാട്ടുകാർക്കും എല്ലാം നല്ലൊരു പയ്യൻ, എന്ത് നല്ല പയ്യനാണെന്നാണ് അത്രയും എല്ലാവരും അവന് ഇഷ്ടപ്പെട്ടു. അവന് ഇങ്ങനൊരു മുഖമുണ്ടെന്നും അവനിങ്ങനെ വല്ല ഡ്രഗ്സിന് അടിമയാണെന്നും നമ്മൾക്ക് അറിഞ്ഞുകൂടാ. അതാരിൽ നിന്നും നമ്മൾക്ക് കിട്ടിയില്ല. നമ്മളവിടെ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചു, എക്സൈസിൽ അന്വേഷിച്ചു, അവിടെ ചുറ്റുപാട് പേരുടെ വീടിൻ്റെ അടുത്തുള്ളവരോട് അന്വേഷിച്ചു. ആരും പറഞ്ഞില്ല ഇങ്ങനെ ഒരു മുഖം ഇവനുണ്ടെന്ന്. രക്ഷപ്പെട്ടല്ലോ, അതിന്റെ ഭാഗ്യം. ഇവിടെ ഈ കഴുത്തിൽ അപ്പൊ ഞങ്ങള് അവർക്ക് വാക്ക് കൊടുത്തത് തന്നെ ഈ അന്വേഷണം കഴിഞ്ഞിട്ട് തന്നെ. ഈ കഴുത്തിലിട്ട് മുറുക്കുമ്പോഴത്തേക്കും ഈ കുട്ടിയുടെ ബോധം പോയ കാര്യമൊക്കെ കേട്ടിരുന്നു. അങ്ങനെയാണോ? എന്നിട്ട് ബോധം പോയപ്പോൾ ആശുപത്രി കൊണ്ടുപോവുകയും കുളിമുറിയിൽ വീണ് പരിക്കേറ്റാന്ന് അവിടെയും പറഞ്ഞു. എന്നിട്ട് കുട്ടിയോട് പറഞ്ഞു, ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കുളിമുറി വീണ് പരിക്കേറ്റ പറഞ്ഞോ? അതെ, പറഞ്ഞു അങ്ങനെ പറഞ്ഞത്. എന്നുവെച്ചാൽ അവനറിയാലോ അന്ന് ഞങ്ങൾ ചെല്ലുമെന്നു. അപ്പം ഞങ്ങളൊരു 26 പേരാ ചെല്ലുന്നത്. ആ 26 അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ അവളോട് പറഞ്ഞു, നീ പറയണം അവിടെ നിന്ന് വരുമ്പോൾ ഇത് ബാത്റൂമിൽ വീണാണെന്ന് പറയണമെന്ന്. അവൾ അതുപോലെ തന്നെ പറഞ്ഞു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 7 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അച്ഛനും അമ്മയും എന്തോരം തകർന്നു പോകും അവളുടെ ഈ ബന്ധം വേർപെട്ടാൽ. അപ്പോൾ അതൊക്കെ അവളെ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായി. അപ്പോൾ അവൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്, അയാളുടെ കൈ കൊണ്ട് മരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് മരിക്കട്ടെ. അതും അവൾ ചിന്തിച്ചു, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അവൾ ഇപ്പോഴാണ് എന്നോടത് പറഞ്ഞത്. എന്ന് വെച്ചാൽ ചിന്തിച്ചു. അപ്പോൾ അവൾക്ക് അയാളിലേക്ക് കൂടി പോകണമെന്ന് പോലും തോന്നി. എന്ന് വെച്ചാൽ ഇതാണ്, അച്ഛനും അമ്മയും എത്ര ഇതായിട്ടാണ് എന്നെ കല്യാണം കഴിച്ചു തന്നത്. അതും 7-ാം ദിവസം എൻ്റെ ബന്ധം പോകണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും സ്ഥിതി. അങ്ങനെയൊക്കെ അവൾ ചിന്തിച്ചു. മാത്രമല്ല അതിനിടയിൽ ഒന്ന് വിളിച്ചു പറയാൻ നോക്കി കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ഫോൺ അവനങ്ങ് പിടിച്ചു വെച്ചു അല്ലേ? ഈ ഫോൺ പിടിച്ചു വെക്കുകയും ചെയ്തു. അതിനിടയിൽ ഒന്ന് വിളിച്ചു പറയണം എന്നൊരു തോന്നലുണ്ടായാൽ വിളിക്കാതിരിക്കാൻ. കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് അവളെ വിളിച്ച് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തോ അല്ല, ഫോൺ പിടിച്ചു വെച്ചു. അല്ല, ഇതിനിടയിൽ ഈ ഉപദ്രവം വല്ലതും വീട്ടിൽ വിളിച്ച് പറയുമോ എന്ന പേടിയിലായിരിക്കണം ആ ഫോൺ അങ്ങ് പിടിച്ചു വെച്ചിട്ടുണ്ടാവുക. അതെന്ന് പറഞ്ഞാൽ പിന്നെ അവൾ ഒരാളോട് സംസാരിക്കുന്ന ഇഷ്ടമല്ല. അവൾ ജോലി ചെയ്യുന്നിടത്ത് മാനേജർ വിളിച്ചിട്ട് ആ മാനേജറെ ബ്ലോക്ക് ചെയ്തു, അവളുടെ ഫ്രണ്ട്സിനെ മൊത്തം ബ്ലോക്ക് ചെയ്തു. അങ്ങനെ എല്ലാവരുമായിട്ടുള്ള ബന്ധം അവൾ ഈ ദിവസം കൊണ്ട് അവൻ വേർപെടുത്തി കഴിഞ്ഞിരിക്കണം. ഞങ്ങളായിട്ടുള്ള ബന്ധം മാത്രം അവൻ വേർപെടുത്തിയിട്ടില്ല. പക്ഷെ അവളെ വിളിച്ചാൽ കിട്ടാറില്ല, എപ്പോഴും സ്വിച്ച് ഓഫ് ആയിരിക്കും. പക്ഷെ അവളുടെ ഇപ്പം ജോലി ചെയ്യുന്നിടത്തേയും എല്ലാവരുമായിട്ടുള്ള കണക്ഷൻ ഇപ്പം അവനോട് മാത്രമേ കണക്ഷനുള്ളൂ. അങ്ങനെയാണ് അവൻ ചെയ്തു വെച്ചേക്കുന്നത്. ഇവന്റെ അമ്മയും സഹോദരിയും സ്ത്രീകളാണ്. ആ സ്ത്രീകൾ ഈ പെൺകുട്ടി, ഈ കൊച്ചു പെൺകുട്ടി, ഈ പെൺകുട്ടി അനുഭവിക്കുന്ന യാതനകൾ വേദനകളൊക്കെ കേട്ട് വീട്ടിലുണ്ടായിരുന്നു അല്ലേ? അവിടെ ഉണ്ടായിരുന്നു. അവർ പറയുന്നത് എന്താണ്, ഞങ്ങളൊന്നും അറിഞ്ഞില്ല. അവർ പറയുന്നത്, ഞാൻ ആദ്യം ചെന്ന് ചോദിച്ചത് അവരോട് നീമി എന്തേന്നാണ്. അവർക്ക് അറിയാനേ പാടില്ല. മുകളിൽ രണ്ടാമത് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു എന്തേന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലെന്ന്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എൻ്റെ മകനാണ് ഇതുപോലെ ഒരു വിവാഹം കഴിച്ചിട്ട് മുറിയിൽ സമയമായിട്ടും ഇറങ്ങി വന്നില്ലെങ്കിൽ ഞാൻ ചെന്ന് കൊട്ടി അല്ലെങ്കിൽ വാതിൽ തല്ലി പൊളിച്ചത് തുറക്കും. എന്താണെന്ന് വെച്ചാൽ വേറൊരു സ്ഥലത്തു നിന്ന് ഒരു പെൺകുട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ട്, ആ ഉത്തരവാദിത്തം നമുക്കില്ലേ അവരെ സംരക്ഷിക്കേണ്ട? ഇവർക്കതില്ല. എന്ന് വെച്ചാൽ ഈ ശരിക്കും പറഞ്ഞ രാഹുലിനെ പോലെ തന്നെ ഒരു ക്രിമിനലാണ് ആ അമ്മ. അതിന് ഒത്താശ നിൽക്കുന്നതാണ് ആ മകള്. ഇത് നമ്മൾക്ക് പിന്നീടാണ് മനസ്സിലായത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരുടെ പെരുമാറ്റത്തിൽ നിന്നാണ് ഇവരിത്ര. പിന്നെ അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അമ്മ ശരിയല്ലെന്ന്. എൻ്റെ മകളോട് പറഞ്ഞിട്ടുണ്ട് അവൻ, എൻ്റെ അമ്മ ശരിയല്ല, നിന്നെ സ്നേഹിക്കണത് അമ്മക്ക് ഇഷ്ടമല്ല, അവനോട് മിണ്ടണത് ഇഷ്ടമല്ല, ഇതൊക്കെ ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഇവർ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ
അവളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം ഡ്രസ്സ് എടുക്കാൻ പോയി വന്നപ്പോഴുണ്ടല്ലോ അവളുടെ കൂടെ നടന്നതിൻ്റെ പേരിൽ അവരന്ന് ഭക്ഷണം പോലും കഴിച്ചില്ല. എന്ന് വെച്ചാൽ നീ അവളുടെ കൂടെയല്ലേ നടന്നേന്ന്. അപ്പം അതറിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് എന്താണെന്ന് അറിയാമോ, ഇതും കഴിഞ്ഞാൽ അവർ ജർമ്മനിയിലോട്ട് പോകും, ഈ തള്ള അവിടെ കിടന്ന് കാണിക്കട്ടെ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് അതിനേക്കാൾ ഭീകരമായിപ്പോയി. ഇവിടെ ഈ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി നമ്മുടെ കൂടെ നിന്നെ നിർത്തില്ലെന്ന്. ഇവിടെ ഈ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി പോലീസ് സ്റ്റേഷൻ ഉണ്ടായ ദുരനുഭവം അടക്കം ചൂണ്ടിക്കാട്ടി. അമ്മ ഒരു കാര്യം ഉറപ്പായിട്ടും, ഈ FIR ആണെന്നുണ്ടെങ്കിൽ ഒരു ചുക്ക് നടക്കില്ല. ഈ FIR ആണെങ്കിൽ പൊടിയും തട്ടിയും ഇവൻ ജർമ്മനിയിലും പോകും, അത് കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ അടുത്ത ഈ പറഞ്ഞ 100 കോടിയോ എത്രയാണ് 100 പവനും മേടിക്കും, അടുത്ത കല്യാണം കഴിക്കും. ഈ FIR ഒന്നും നടക്കില്ല. FIR-ൽ പുതിയ വകുപ്പുകൾ ഉണ്ടാകണം. ആ വകുപ്പുകൾ എന്ന് പറഞ്ഞാൽ കൊലപാതക ശ്രമം അടക്കം വകുപ്പുകൾ ഉണ്ടാവണം. സത്യമാണ്. അതിനിടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ടോ മുഖ്യമന്ത്രിക്ക് അടക്കം കൊടുത്ത പരാതിയിൽ? അതെ, എനിക്ക് ഇടപെടൽ ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സമയം വൈകിയാണ്. ഇന്നലെ പറഞ്ഞത് അവിടെ നിന്ന് കമ്മീഷണർ നേരിട്ട് വന്ന മോളുടെ മൊഴി എടുക്കുമെന്നാണ്. ആ മൊഴി എടുത്തതിന് ശേഷം അവൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിനെപ്പറ്റി ഒന്നും എനിക്കിപ്പോൾ അറിഞ്ഞുകൂടാ. പിന്നെയാണെങ്കിൽ എനിക്കിവിടെ മറ്റുള്ളവരോട്, അവളുടെ അച്ഛനോടോ മറ്റുള്ളവരോടോ അത് ചോദിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് എന്താണെന്ന് നമ്മൾക്കറിയില്ല. ഇപ്പം നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഇല്ലേ, ഇവിടെ ഒരു മനുഷ്യനായി, ഇപ്പം കേരളത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, കേരളത്തിൽ ഒരു മനുഷ്യനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും നീതി കിട്ടിയിട്ടില്ലെന്നാണ് ഞാൻ പറയുന്നത്. കള്ളന്മാർക്കും കൊള്ളക്കാർക്കുമാണ് ഇവിടെ നീതി. സാധാരണ സത്യസന്ധമായി മാന്യമായി ജീവിക്കുന്നവർക്കൊന്നും ഒരു നീതിയും കിട്ടില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയി കഴിഞ്ഞ് നമ്മൾ നിയമപരമായിട്ട് പോകുമ്പോഴും കോടതി ചെല്ലുമ്പോൾ ഇവന്മാരൊക്കെ സുഖമായിട്ട് പുറത്തു പോവുകയാണ്. എന്ന് വെച്ചാൽ ഒരു തെളിവുമില്ല, ഒന്നുമില്ല. ദേ കഴിഞ്ഞു, അവനെ പൂമാലിട്ട് സ്വീകരിക്കാൻ പുറത്ത് കുറേ ആൾക്കാരും. അപ്പോൾ എവിടെ നിന്നാണ് ഞങ്ങൾക്ക് നീതി കിട്ടേണ്ടത്? എവിടെ നിന്ന് കിട്ടും നീതി? ഞങ്ങൾക്ക് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് പെൺകുട്ടികളുടെ കഥ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. പോലീസുകാരുടെ അനാസ്ഥ. അന്നും ഇപ്പം നിങ്ങളെപ്പോലുള്ള ചാനലുകാരെല്ലാം ഇത് പൊക്കിക്കൊണ്ടുവരും, ഇത് പറയും, അപ്പോഴും പറയും പോലീസ് മാറണം, പോലീസിനെതിരെ ഇതാണ്. വേറെ ഒരു ആക്ഷനും ഇല്ല. അതുകൊണ്ടാണല്ലോ പോലീസിനെതിരെ കൃത്യമായിട്ട് അവർക്ക് പണി കൊടുത്താൽ അവർ നന്നാവും. എന്ന് വെച്ചാൽ ഇവന്മാരെയൊക്കെ പിടിച്ച് വീട്ടിൽ കൊണ്ടിരുത്തുക. ഇരുത്തി കഴിഞ്ഞാലുണ്ടല്ല, ഇത് തന്നെയല്ല എനിക്കും എൻ്റെ വിധി എന്ന് ഓർത്തെങ്കിലും അവർ കുറച്ചെങ്കിലും നന്നാവും. ഇതെന്താണ് സസ്പെൻഷൻ, അപ്പോഴും കാശി, 2 മാസം കഴിയുമ്പോൾ അടുത്ത ജില്ലയിൽ ജോലി. പിന്നെ എന്തിനാ വീടിനോട് അടുത്ത ജില്ല ജോലി കിട്ടും. 6 മാസം കഴിയുമ്പോഴേക്കും പുതിയ അപ്പോയിന്റ്മെന്റ് വീടിനോട് അടുത്ത പോലീസ് സ്റ്റേഷൻ, വീട്ടിൽ നടന്നു പോയിട്ട് വരാലോ, വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് വരാലോ. ഈ ജോലി കിട്ടണം, അപ്പൊ അവർക്ക് സുഖമില്ലേ? ഇക്കാര്യങ്ങൾ ഈ കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കിയ കാര്യങ്ങളടക്കം അന്ന് രാത്രി പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ അന്ന് വീട്ടിൽ പോകുമ്പോൾ കാണുന്നത് എന്താണ്? ഇത് ഈ പറയുന്ന നെറ്റിയിൽ മുഴച്ചിരിക്കുന്നതും ചുണ്ട് മുറിഞ്ഞിരിക്കുന്നതും കഴുത്ത് മുറിഞ്ഞിരിക്കുന്നതും ഒക്കെ അപ്പം തന്നെ മുറിവിൻ്റെ രൂപത്തിൽ തന്നെ പ്രകടമല്ലേ കുട്ടിയുടെ മുഖത്ത്? തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടുത്തെ മേലുദ്യോഗസ്ഥനാരാണ്, CI ആണ്, എനിക്ക് അറിഞ്ഞുകൂടാ അവിടെ ആരൊക്കെയാണെന്നുള്ളത്. ആ പുള്ളിനോട് ഞാൻ ചോദിക്കാൻ കൂടി ചെല്ലും, ആ സാറിനോട്, സാർ കണ്ടില്ലേ, ഇത് സത്യമല്ലേ, ഇത് നടന്നിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് ശരിയാണ്, അത് രാഹുൽ സമ്മതിച്ചിരുന്നു. എന്നിട്ട് ഈ സാറ് തന്നെ പറയുന്ന ഭാഷയാണിത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലില്ലേ പ്രതികരിക്കാം, പക്ഷെ പോലീസ് സ്റ്റേഷനിൽ പ്രതികരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. ഒരു പെണ്ണാണെങ്കിലും എന്നെ സംബന്ധിച്ചോളം ഞാൻ ശരിക്കും പ്രതികരിക്കുന്ന കൂട്ടത്തില്ല. പ്രതികരിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മളായിരിക്കും അവിടെ അകത്ത് പോകണം, ജയിലിൽ. അപ്പം അവിടെ നിയമം ഉണ്ടാവും. പോലീസിന്റെ നേരെ കൈപോക്കിയെന്നോ അവരുടെ നേരെ വിരൽ ചൂണ്ടിയെന്നോ പറയാൻ. ഇവൻ ഈ നാട്ടിലൊന്നും വലിയ ബന്ധമില്ലെന്നൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഈ നാട്ടിലൊന്നും വലിയ ബന്ധമില്ല എന്നൊക്കെ കേൾക്കുന്നത്. അവൻ ജർമ്മനിയിലാണ്, ഇടയ്ക്ക് നാട്ടിൽ വരും, നാട്ടുകാരോട് വലിയ ബന്ധമില്ല എന്നൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഇവൻ ഈ പോലീസുകാർക്കൂടെ ഇത്ര വലിയ സ്വാധീനം, തോളത്ത് കൈയിടാനുള്ള സ്വാധീനം കിട്ടുന്നത് എവിടെ നിന്നാണെന്നാണ് ഒരു അറിവ്. പക്ഷെ അവന് ഭയങ്കര എല്ലായിടത്തും അവന് പിടിപ്പുണ്ടെന്നാ പറയണത്. അത് കാശിന്റെ ബലത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പണമുണ്ടല്ലോ അവന്, അപ്പൊ അതിൻ്റെ ഒരു ഇതിലായിരിക്കും. പിന്നെ ഞാനൊരു കാര്യം കൂടി പറയാം. അന്നേരം ഞങ്ങൾ ഈ കയറ്റി ഇരുത്തി കഴിഞ്ഞ് മോളെ വേഗം അവൻ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ ഞാനും അച്ഛനും ഞങ്ങൾ 2-3 പേരങ്ങാണ്ട് ഓടി അകത്തേക്ക് ചെന്നിട്ട് പറഞ്ഞ് ഇത് സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇവർ എന്താണ് ഞങ്ങളെ ആട്ടി ഇറക്കിയ പോലെ അവൻ. ഞാൻ ചോദിച്ചു, സാർമാരെ നിങ്ങൾക്കൊന്നും പെൺകുട്ടികളില്ലേന്ന്. അപ്പോൾ എന്നെ ആട്ടി ഇറക്കി അവിടെ നിന്ന് ഇറക്കിയിട്ട് ഇവർ ലോക്ക് ചെയ്ത് എൻ്റെ മോളകത്ത് ഇവനും അകത്ത്. അപ്പോൾ അവിടെ എന്ത് നടന്നാലും എങ്ങനെ പ്രതികരിക്കും, എങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറും?
അത് ബന്ധം കൂട്ടി ഇണക്കിയതാ. അപ്പൊ അതാണ് ഞങ്ങളോട് ചെയ്തത്. അതായത് ബന്ധം കൂട്ടി ഇണക്കിയതാ. അപ്പൊ അവന് പെട്ടെന്ന് സ്നേഹം വന്നു. സ്നേഹം കണ്ടപ്പോൾ പോലീസിന്റെ ഹൃദയം അങ്ങ് അലിഞ്ഞു. ഒറ്റ ഒരു ചിന്തയുള്ളൂ, രാഹുലിനെ കൂടി അലിഞ്ഞു. അപ്പൊ ഹൃദയം അലിഞ്ഞു. അപ്പൊ നിങ്ങളെ തടസ്സത്തപ്പോൾ നിങ്ങളെ ചവിട്ടി പുറത്താക്കിയിട്ട് അവർ തമ്മിൽ ബന്ധം വീണ്ടും ഇണക്കി ചേർത്ത ബ്രോക്കർ പണിയാണല്ലോ പന്തീരാങ്കാവ് പോലീസിന്. ബ്രോക്കർ പണിയാണ്. അത് അവളുടെ അച്ഛൻ ചോദിക്കുകയും ചെയ്തു, നിങ്ങൾ തമ്മിൽ ഇത് ബ്രോക്കർ പണി ചെയ്യണ്ടെന്നും പറഞ്ഞു. അവരതാണ് ചെയ്തത്, ബ്രോക്കർ പണി. അപ്പൊ അത് കൂടാതെ ഒരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ അതും കൂടി പറഞ്ഞേക്കാം ഞാൻ. അവിടെ ഒരു പോലീസുകാരനുണ്ടായി. അപ്പൊ ഞാൻ ഇതിങ്ങനെ ഈ പോലീസ് സ്റ്റേഷന്റെ വാതിക്കൽ തന്നെ അകത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ 2 പോലീസുകാർ അപ്പുറം ഇപ്പുറം ഈ വാതിൻ്റെ അവിടെ ചാരി. അപ്പൊ ഒരുത്തം പറയാണ്, ഇത് ഞാൻ മറ്റുള്ള ചാനലിനോട് പറയാൻ വിട്ടുപോയി, ഇതും കൂടി കേൾക്കണം എന്ന് വെച്ചാൽ പറയാണ്, ഇന്ന് ഏതായാലും നമുക്ക് കോളായിപ്പോയി. നമ്മുടെ സ്റ്റേഷനിൽ ഇതുപോലെ ആൾ വന്നിട്ടും ഇതുപോലെ ഒരു കേസ് കിട്ടിയിട്ട് നമുക്ക് ഒരുപാട് നാളായി. ഇന്ന് ഏതായാലും നമുക്ക് കോളായിപ്പോയി. എന്തോരാളാണ് നമ്മളുടെ സ്റ്റേഷനിലും ഇന്ന് കോളാണ്. അപ്പോൾ അവരുടെ ചിന്ത മുഴുവനും ചിലപ്പേ ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്, പൈസ കൊടുത്തു കഴിഞ്ഞ് ഇനിയിപ്പോൾ എത്ര വിഹിതം ഓരോരുത്തർക്ക് കിട്ടുമെന്നുള്ളതുണ്ടാവും. ചിലപ്പോൾ ഉണ്ടല്ല, ഞാൻ ഇതും പറയാം, ഇതൊക്കെ പറയണോണ്ട് ഇനി നാളെ വല്ല ഗുണ്ടകളെ വിട്ട് എന്നെ തട്ടിക്കളയുമെന്നുള്ളത് ഒരു പേടിയുണ്ട് എനിക്ക്. പക്ഷെ എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റൂല. എന്താ, സത്യം പറയണം. സത്യം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ആരായാലും എനിക്ക് സത്യം വിളിച്ചു പറയണമെന്നുള്ള സ്വഭാവക്കാരിയാണ് ഞാൻ. അപ്പം അതുകൊണ്ട് നാളെ ചിലപ്പോൾ ഗുണ്ടകളെ വിട്ട് ഇങ്ങനെ ഒരു എൻ്റെ വല്ല കൊലപാതകമാണ് നടന്നിരുന്നെങ്കിൽ നിങ്ങൾ വിചാരിക്കണം, ശരിക്കും ഈ പന്തീരാങ്കാവ് പോലീസിൽ നിന്ന് വന്നിക്കുന്ന ആളുകൾ തന്നെയായിരിക്കും എന്നെ തട്ടണത്. അങ്ങനെ ഒരു അതറിയണമല്ലോ നമുക്ക്. അത് നമുക്ക് കാണണമല്ലോ. ഒരു ഗുണ്ടയും വരില്ല, ധൈര്യമായിട്ട് നിൽക്കുക. ഒരു ഗുണ്ടയും വരില്ല, ഒന്നും ചെയ്യില്ല, ആരും ഒന്നും ചെയ്യില്ല. നമ്മളൊക്കെ കൂടെ ഉണ്ടെന്നേ, ആരും ഒന്നും ചെയ്യില്ല. ധൈര്യമായിട്ട് കാര്യങ്ങൾ തുറന്നു പറയുമ്പോഴല്ലേ നീതി കിട്ടൂ. അല്ലെങ്കിൽ ഇനിയുള്ള നമുക്ക് ആർക്കാണ് അറിയാവുന്നത് എത്ര വീടുകളിൽ ഇത്തരം ക്രൂരപീഡനങ്ങളേറ്റ് അവരുടെ മക്കളുണ്ടെന്ന് ആർക്കാണ് അറിയാവുന്നത്? അവരുടെ മാതാപിതാക്കൾ ഇതൊക്കെ അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്ന എത്ര പേരുണ്ടെന്ന്. അവർക്കൊരു ഊർജ്ജമാകുമെങ്കിൽ, ഒരാളുടെയെങ്കിലും ജീവൻ രക്ഷ ആകുമെങ്കിൽ ഈ വാക്കുകൾക്ക് വലിയ മൂല്യമുള്ള വാക്കുകളല്ല.